എന്നാൽ മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പഠിക്കണം. ദുആഉൽ കർബ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. മനപ്രയാസങ്ങൾ നീങ്ങാനുള്ള പ്രാർത്ഥന. അല്ലാഹു ഇത് പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു 11 പ്രാവശ്യമെങ്കിലും ഈ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മാറും. ആരാണ് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളാണ് പഠിപ്പിച്ചത്. ആരെയാണ് പഠിപ്പിച്ചത്? സ്വഹാബത്തിനെയാണ്. മനസ്സിലാക്കണം. അത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഏടുകളിലൊക്കെ ആ ദുആ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ചെല്ലിക്കെല്ലാവരും കൂടെ നിന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് അതിനകത്ത് കൂടുതൽ, 3-ലും. പിന്നെ വളരെ കുറഞ്ഞ വാക്കേ ഉള്ളൂ. ഒന്നുകൂടി ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആ കാണാതെ പഠിക്കണം. പഠിക്കേണ്ട ഒരു ദുആ ആണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തവര് ലൈവാണ് ഇപ്പൊ ഈ മജ്‌ലിസ്. നമ്മൾ നാളെ പകലിരുന്നിട്ട് മക്കളെ കൊണ്ട് എടുത്തിട്ട് കേട്ടെഴുതിയാലും മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് 2-3 വട്ടം ആവർത്തിച്ചത്. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. നമ്മുടെ വീട്ടിൽ സംശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ, സമാധാനം കളിയാടണമെങ്കിൽ, ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ വരണമെങ്കിൽ, നിർബന്ധമായി ആ ബുദ്ധിമുട്ടൊക്കെ നീങ്ങണമെങ്കിൽ ഇത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും ചൊല്ലിക്കോ. അപ്പൊ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതേപോലെ മനപ്രയാസം നീങ്ങാനുള്ള ദിക്റാണ് നമ്മൾ റുഹ ബയാൻ മജ്‌ലിസുൽ സുബഹിക്ക് ശേഷം എല്ലാ ദിവസവും വന്നിരാകുന്ന ഉമ്മയുടെ ഉപ്പ തഴവ ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരം നൽകുന്ന ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ. അതും മുടങ്ങാതെ നമ്മൾ ചൊല്ലുക. തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ആ ദിക്ർ ചൊല്ലിയാൽ തീർച്ചയായും മനസ്സമാധാനം ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് ഇതൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാവൂല. നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും, കെടുതികളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കലേ, അവരെ പ്രയാസപ്പെടുത്തരുതേ. ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാത്ത രീതിക്ക് മാന്യമായ നിലയിൽ അവരുടെ വസ്ത്രവിധാനവും അവരുടെ കുടുംബ പശ്ചാത്തലവും ഒക്കെ അവർക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ്. ഭർത്താവിന് നിർബന്ധമാണ്. ആരോടാണ് വിവാഹം കഴിക്കാൻ തന്നെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത്? ശരിക്കും ശ്രദ്ധിക്കണേ. മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവും പ്രാപ്തിയും സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലയ്ക്കും നീ എത്തിച്ചാൽ നിനക്ക് വിവാഹം ചെയ്യാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരെയോടാ വിവാഹം കഴിക്കാൻ പറഞ്ഞത്? മനിസ്തതാഅ മിൻകുമുൽ ബാഅ. പെണ്ണിന് ചെലവ് കൊടുത്ത് വൃത്തിയായവളെ പോറ്റാൻ കഴിയുന്നവനോടാണ് ഫൽയതസവ്വജ്, വിവാഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. അല്ലാത്തവൻ എന്താ ചെയ്യേണ്ടത്? അവൻ നോമ്പ് പിടിച്ചു കഴിയട്ടെ. ഫഇന്ന ലഹു വിജാഉൻ. ആ നോമ്പ് അവനുള്ളത് പരിചയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തെറ്റുകുറ്റങ്ങളെ തൊട്ട് തടുത്തു നിർത്താൻ കാരണമായി തീരും. ലൈംഗിക അരാജകത്വത്തിലേക്ക് പോകാതെ അവനെ സംരക്ഷിക്കും നോമ്പ് നോറ്റാൻ.
അപ്പൊ കഴിവുള്ളതാകുന്ന വ്യക്തി, സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ മാത്രമാണ് ഈ പണിക്ക് നിൽക്കാൻ പറഞ്ഞത്. പരിപാടിയൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പരിപാടി എന്താ, വാപ്പാടെ കാശ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുക. കല്യാണം കഴിയുമ്പോൾ വാപ്പാട് തന്നെ ചോദിക്കുക, അപ്പോൾ പറ്റൂല, വാപ്പ കുളിക്കാൻ പോകുമ്പോൾ പോക്കറ്റിൽ 200-300 രൂപ എടുക്കുക. അങ്ങനെ സാഹിബ്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലിയ അപകടമാണ്. വാപ്പാടെ അല്ലെങ്കിൽ കുടുംബ സ്വത്തും കണ്ടിട്ടല്ല നീ വിവാഹം കഴിക്കാൻ നിൽക്കേണ്ടത്. നിനക്ക് സ്വന്തമായിട്ട് ജോലി വേണം, നല്ല നിലനിൽപ്പ് വേണം, സാമ്പത്തികമായ ഒരു കഴിവ് പശ്ചാത്തലം ഉണ്ടാവണം. അവളുടെ കാര്യങ്ങൾ പക്കായിട്ട് കൊണ്ട് നടക്കണം. ആളുകളുടെ മുന്നിൽ യാചിക്കരുത്. കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് തുടങ്ങാണ് യാചന. 5000 ഉലുവത, 10,000 എന്താ, കടം വാങ്ങിച്ച് ഇങ്ങനെ കൊണ്ടുപോവാ. ചില ആളുകൾ അത് തന്നെ പരിപാടി. ആദ്യം 1000 ചോദിക്കും, പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ തിരിച്ചുകൊണ്ട് കൊടുക്കും. അല്ലാഹ്, നമ്മളവർക്ക് ഇവരെന്ത് പറ്റി, പറഞ്ഞ വൈകുന്നേരം തന്നാൽ മതി എന്നാണല്ലോ, ഉച്ചയ്ക്ക് തന്നെ കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു വാങ്ങലുണ്ട്, ഒരു 5000 രൂപ. പിന്നെ നമ്മൾ 10,000 രൂപയ്ക്ക് മുട്ട മന്ത്രിച്ച് ഉസ്താമാർന്ന് നടക്കാണ് ഈ 5000 കിട്ടാൻ വേണ്ടി. സാധനം കിട്ടുന്നില്ല, പോയി ഹലാക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുണ്ട്. വലിയൊരു തുക വാങ്ങിച്ചുകൊണ്ട് പോകണം, ഒരു 50,000 1 ലക്ഷം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു മുങ്ങലാണ്. പിന്നെ ആളുടെ അഡ്രസ് ഇല്ല. വലിയ വിഷയമാണ് കടമൊക്കെ വാങ്ങി വെക്കുന്നവൻ. തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീനയിലേക്ക് കടന്നു വരുന്നത് ഏത് ജനാസയും അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ചോദിക്കുമായിരുന്നു, ഹൽ അലൈഹി ദൈനുൻ. ജനാസ കൊണ്ടുവന്ന് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, ഇവന് വല്ല കടവുമുണ്ടോ? ഉണ്ട് റസൂലെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് മയ്യിത്ത് നിസ്കരിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ സല്ലു അലൈഹി ഫഇന്നി ലാ ഉസല്ലി അലൈഹി. നിങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചു കൊള്ളുക. ഈ മുഹമ്മദില്ല, ഇവന്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കാൻ ഞാനില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ അത്രയേറെ ഗൗരവത്തിൽ അടയാളപ്പെടുത്തിയതായ വിഷയമാ. മാന്യമായി ജീവിക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ ജീവിതത്തിൽ കടമിടപാട് സൂക്ഷിക്കണേ. കടം വാങ്ങിയിട്ടുള്ള പരിപാടി വളരെയേറെ ശ്രദ്ധിക്കണം. കടം വേണ്ടെന്നല്ല, വാങ്ങിയിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട്. സഹാബത്തൊക്കെ കടമിടപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ വാങ്ങുമ്പോൾ അവനവന് കഴിയുന്ന നിലയ്ക്കുള്ള തുക വാങ്ങണം എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന നിലയ്ക്കുള്ളത്. 10,000 വാങ്ങേണ്ട ഒരുത്തിന് 1 ലക്ഷം വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അവന്റെ മനസ്സിലെ നീയത്ത് തന്നെ ഉടനെ ഒന്നും കൊടുക്കണ്ടെന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ മിക്ക പരിപാടി അതാണ്. 50,000 രൂപ കടം വാങ്ങും, അവസാനം ഇങ്ങനെ ചോദിച്ച് അവസാനം ഉള്ള ബന്ധം കൂടി ഒലച്ച് നശിപ്പിച്ച് 25,000 രൂപ 5,000 ഗഡുവായിട്ട് കൊടുക്കാണ്. അവൻ 50,000 രൂപ ഒറ്റയടിക്ക് തന്നതാണ്. അപ്പോഴെന്തെങ്കിലും ഗുണമുള്ളൂ, അതേപോലെ തിരിച്ചു കിട്ടിയിട്ടേ കാര്യമുള്ളൂ. 5,000 വെച്ച് കിട്ടിയാൽ ഇവനെല്ലാം തേയില വാങ്ങിച്ചു കഴിയുമ്പോൾ അതങ്ങ് തീരും, സംഭവം തീരാണ്. അങ്ങനെ 25,000 കൊടുത്ത് പിന്നീടുള്ള 25,000 രൂപ അല്ലാഹ് അത് അവസാനം പിന്നെ അവൻ ചോദ്യം നിർത്തി. കാരണം എന്താ, അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഈ പറയുന്നത്. വലിയ വിപത്താണത്, വലിയ വിപത്താണ്. മരണാനന്തര ജീവിതം വളരെ പ്രയാസകരമാകും, മനസ്സിലാക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സാധാരണ രീതിയിൽ ചോദിക്കുകയാണ്, യാ സഹാബാ ഹൽ അലൈഹി ദൈനുൻ. അല്ലയോ സഹാബത്തെ, ഈ കൊണ്ടുവന്നിരിക്കുന്നതാകുന്ന ജനാസയ്ക്ക് വല്ല കടവുമുണ്ടോ? ഉടനെ സഹാബത്തിൽ ഒരാൾ പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് റസൂലേ, ദിർഹമൈൻ. 2 ദിർഹം കടമുണ്ട് റസൂലേ. 2 രൂപ കടം വെച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ സ്വഹാബത്തിനോട് പറയുകയാ, സല്ലു അലൈഹി ഫഇന്നി ലാ ഉസല്ലി അലൈഹി. നിങ്ങൾ ഇവന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു കൊള്ളുക, ഞാനില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഞാനില്ല.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ സഹാബത്തിന്റെ ഹൃദയം പിടയുകയാ. പിന്നെ ആരാണ് ഇമാമത്ത് നിൽക്കുക? അബൂബക്കറിന് സാധ്യമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും സാധ്യമല്ല. ഒരു സ്വഹാബിയും മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും പേടിച്ച് മാറി നിൽക്കാൻ. കാരണം നബി തങ്ങൾ നിസ്കരിച്ചില്ല, പിന്നെ കഴിഞ്ഞു. എല്ലാവരും മാറി നിൽക്കാൻ. സഹാബത്തിനിടയിൽ നിന്ന് 2 രൂപ കൊടുക്കാൻ ആർക്കും ഇല്ലാത്ത ഘട്ടം. ആലോചിച്ച് നോക്ക്, അത്രയേറെ ദാരിദ്ര്യത്തിൽ അമർന്ന കാലഘട്ടം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ ഒരു സഹാബി വരികയാണ്, കൈ ഉയർത്തിയിട്ട് പറയുകയാണ്, നബിയേ, ഇദ്ദേഹത്തിന്റെ കടബാധ്യത ഞാൻ ഏറ്റെടുക്കും റസൂലേ. ഏറ്റെടുത്താൽ പ്രശ്നമുണ്ടോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹാ അമാന, ഇത് അമാനത്താണ്, അമാനത്താണ്. ഈ ഏറ്റെടുക്കൽ ഒരു അമാനത്താണ്, ഇത് നിസ്സാര കാര്യമല്ല. ഇത് അന്ന് തുടങ്ങി വെച്ച പരിപാടിയാണ്, ഇന്നും ഉണ്ടത്. ഇന്നും നമ്മുടെ പള്ളികളിൽ ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ജനാസ നിസ്കാരത്തിന് തുടങ്ങുന്നതിന് മുമ്പ് ഖതീബ് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ബൈക്ക് വാങ്ങിയിട്ട് കുടുംബക്കാർ വിളിച്ചു പറയാണ്, മൂത്ത മകൻ ഹാജിയാരാണ് ഞാൻ, ഈ മയ്യത്തിന്റെ മേലുള്ള എല്ലാ ബാധ്യതകളും ഞാൻ ഏറ്റെടുക്കുകയാണ്. വാപ്പയുമായിട്ടുള്ള ഹക്കടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞ് നാലിലെന്ന ഖത്തറിലേക്ക്, യുഎഇയിലേക്ക്, ബഹ്റൈനിലേക്ക്, സൗദിയിലേക്ക് നാട് കടന്നു പോകുന്ന പ്രിയപ്പെട്ടതാകുന്ന മകനെ, നീ പഠിച്ചു വെക്കണം, നിന്റെ വാപ്പയുടെ ഖബർ തീയാണ്, വാപ്പയുടെ ഖബർ തീയാണ്. നീ വാപ്പയോടുള്ളതാകുന്ന ബാധ്യത മുഴുവനും ഏറ്റെടുത്തിട്ട് സൗദിയിൽ പോയിട്ടോ മറ്റേതെങ്കിലും രാജ്യത്തിൽ പോയിട്ടോ സുഖിക്കട്ടെ അല്ലാതിരിക്കട്ടെ, വാപ്പയോടുള്ള ബാധ്യതകൾ മുഴുവനും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നഹ അമാന, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അത് അവനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നീ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമാണ്, നിർവഹിച്ചേ പറ്റുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. ജനങ്ങളോടുള്ളതാകുന്ന അമാനത്തുകൾ ഏറ്റെടുക്കുന്നതായ ആളുകളില്ലേ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരില്ലേ? ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ ഈമാനില്ലാത്തവനാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാറുകൾ ചെയ്തിട്ട് ഞാൻ ഇത്ര കൊടുത്തുകൊള്ളാം പള്ളിക്ക്, ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാമെന്ന് പറയുന്നവരെ, ഞാൻ സിമെന്റ് കൊടുത്തുകൊള്ളാം, കല്ല് കൊടുത്തുകൊള്ളാം, പള്ളിക്ക് 6000 കൊടുക്കാം, 10000 കൊടുക്കാം, 15000 കൊടുക്കാം, ഒരു മുസല്ല ഏൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിട്ട് കൊടുക്കാതിരിക്കുന്ന സമൂഹമേ, അവര് ദീനില്ലാത്തവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. കരാറുകൾ ചെയ്തിട്ട് അത് പൊളിച്ചു കളയുന്നവരെ, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവരെ, ദീനില്ലാത്തവനും ഈമാനില്ലാത്തവനുമാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. മോമിനിന്റെ പരിപാടിയല്ല, ഈമാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മോമിനല്ല, പച്ച കാഫിറിന്റെ പരിപാടിയാണ് ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്താൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം, അത് ഏത് മേഖലയിലായിരുന്നാലും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർ, അത് എന്റെ ഉത്തരവാദിത്തം നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബി, നീ ഏറ്റെടുത്തല്ലോ, ഉറപ്പല്ലേ നൽകുമല്ലോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. ജനാസ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ആ സ്വഹാബി വരിന് പറഞ്ഞു, നബിയേ, എന്റെ കൈകളിൽ ഇപ്പോഴില്ല, നാളെ ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം ഹബീബേ, നാളെ ഞാൻ ജോലി ചെയ്ത് വീട്ടിൽ കൊള്ളാം. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം മൂളി.
കാരണം മയ്യത്ത് നിസ്കരിക്കണ്ടേ, മയ്യത്ത് പിന്തിക്കുന്നത് നല്ലതല്ലല്ലോ. ഖദ്ദിമൂനി ഖദ്ദിമൂനി ഇദാ വുദിഅത്തിൽ ജനാസതു ഫഹ്തമലഹ الرجال ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി ഇൻ കാനത് സാലിഹതാ സാലിഹത്താകുന്ന ജനാസയാണെങ്കിൽ, സാലിഹീങ്ങളുടെ ജനാസയാണെങ്കിൽ ആ ജനാസ വിളിച്ചു പറയുമെന്നാണ്, എന്നെ മുന്തിക്കണേ, എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണേ, എന്നെ എത്രയും പെട്ടെന്ന് ഖബറിലേക്ക് കൊണ്ടുപോകണേ. കാരണം ദുനിയാവിൽ നിസ്കരിച്ചവനാണ്, നോമ്പ് നോറ്റവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, ഹജ്ജ് ചെയ്തവനാണ്, പാവങ്ങളുടെ കണ്ണീരപ്പിയവനാണ്. ദുനിയാവിൽ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മകൾക്കും പ്രതിഫലം ഖബർ മുതൽക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഖബർ പാരത്രികമാകുന്ന ലോകത്തിന്റെ ഒന്നാമത്തെ കവാടമല്ലേ, അതിലേക്കുള്ള കടക്കലല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകണേ എന്ന് സ്വാലിഹായ മനുഷ്യന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം. പ്രവാചകർ ഇമാമത്ത് നിന്നു, നിസ്കാരം കഴിഞ്ഞു. ഏതായി മനുഷ്യൻ? 2 ദിർഹം കടം വെച്ച മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, ജനാസ നിസ്കരിച്ചു, കൊണ്ടുപോയി ഖബറടക്കി. അന്നത്തെ രാത്രിയിൽ പ്രവാചകൻ ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, മനസ്സ് അശാന്തമാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്തിനോട് തിരക്കുകയാണ്, ഐന സ്വഹാബിയു, ഇന്നലെ കടമേറ്റെടുത്തതാകുന്ന സ്വഹാബി എവിടെ? പുറത്ത് ചെരുപ്പ് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബികൾ വിളിച്ചുകൊണ്ട് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, കടം വീട്ടുന്നത് കാര്യം എന്തായി? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനിതാ രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങുകയാണ്. ജൂതന്റെ തോട്ടത്തിൽ പോയി ഈന്തപ്പനം നനച്ചു കിട്ടിയതാകുന്ന 2 ദിർഹമായി ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ വെച്ചു കൊടുത്തു. കടം വീട്ടിയിട്ട് റസൂലുള്ള പറയുകയാണ്, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ ഖബറിൽ നിന്ന് ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. ഖബർ തീയായിരുന്നു, അസാബായിരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് കടമാണ് നിസാര വിഷയമായിട്ട് കാണുക. പെണ്ണുങ്ങളൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ മോതിരം കൂട്ടുകാരിയുടെ വാങ്ങിച്ചിട്ടുണ്ട്, 2 വള, അവളുടെ കൈ കിടക്കുന്ന 2 വള അങ്ങോട്ട് കൊണ്ടു തന്നേക്കടി, അടുത്ത കല്യാണം കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബന്ധുക്കളെ കയ്യിലിട്ടപ്പോഴാണ് മനസ്സിലായി ഇത് വരവാന്ന്, കൈ ചൊറിയുന്നുണ്ട്. പിന്നെ മനസ്സിലായത് എന്തു ആയിക്കോട്ടെ, ഈ സാധനം ഇട്ടുകൊണ്ട് പോവാൻ. ഇങ്ങനെ മോതിരവും വളയും മാലയും ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്. എത്ര കേസാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉസ്താദെ. പെണ്ണുങ്ങളിലും മിക്ക ആളുകളും ഇപ്പൊ ദുആ ചെയ്യാൻ പറയുന്ന വസിയത്ത് ഇതാണ്. എന്ത്? സ്വർണം കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല, കൊണ്ടുപോയ സ്വർണത്തിന് വിവരമില്ല. അവസാനം അന്വേഷിച്ച് നോക്കിയപ്പോ പറയാണ് പണയം വെച്ചേക്കാണ്, എടി അത് എടുത്തു തരാന്ന്. പക്ഷെ അത്യാവശ്യം പൈസക്ക് വന്നപ്പോ അങ്ങ് മറിച്ച്. കൂട്ടുകാരിയുടെ സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെച്ചേക്ക. കൂട്ടുകാരുടെ നിന്ന് വാങ്ങിയത് എങ്ങനെയാ? ഇക്കായോട് പറയരുതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇവിടെ ആരോട് പോയി പറയും? പിന്നെ പടച്ചവനോട് പറയാനല്ല, രക്ഷയില്ല. അപ്പൊ പിന്നെ നമ്മളോട് വിളിച്ചിട്ട് പറയണം, എങ്ങനെയെങ്കിലും പടച്ചവനോട് പറയണം ഉസ്താദ് ആരൊക്കെ. ഇക്ക അറിയരുതെന്നും പറഞ്ഞ് വാങ്ങിച്ചതാകുന്ന മോതിരം വളയൊക്കെ അവസാനം ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇപ്പൊ ബാങ്കിൽ ലോക്കറി ഇരിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ വലിയ അപകടമാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പൈസകൾ വാങ്ങാം. പെണ്ണുങ്ങൾ അതിലൊക്കെ ഭയങ്കര വിരുത് കാണിക്കുന്ന പരിപാടിയാണ്. അയൽവാസികളടുത്ത് പോയിട്ട് പണ്ടൊക്കെ 50ഉം 500ഉം ചോദിച്ചിരുന്നിടത്ത് ഇപ്പൊ അത് മാറി 5000ഉം 10,000 ഒക്കെ. അത് ചിലപ്പോ അവിടുത്തെ ആണുങ്ങളിൽ നിന്ന് വാങ്ങും. ഇത്ത അറിയരുത്, ഒരു 10,000 രൂപ വന്നേക്കും. പിന്നെ ഇക്ക ആരോട് പോയി പറയും? ഇക്ക ഹലാക്കായി. അതോടുകൂടി 10,000 രൂപ കൊടുത്ത് ഇത്തായോട് പറഞ്ഞാൽ വേറെ കേസായി. അതുകൊണ്ട് ഇക്ക ആകെ പെട്ടു. ആ 10,000 രൂപയെ കുറിച്ച് പിന്നെ ഒരു അഡ്രസ് ഇല്ല. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന കേസാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതൊന്നും വേണ്ട, നമ്മൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണ്ട. ഈ കടം വാങ്ങുന്ന ഈ പരിപാടികളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. ജീവിതത്തിൽ ഒരു കടമില്ലെങ്കിൽ എന്തു സുഖം, അങ്ങനെ ചെയ്യണ്ട. പരമാവധി ആവശ്യമില്ലാതെ കടം വാങ്ങുന്നത് ഒഴിവാക്കുക, പരമാവധി. അഥവാ വാങ്ങുകയാണെങ്കിൽ നിർബന്ധ ബുദ്ധി വാങ്ങുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള മറ്റൊരു തുക എത്തുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ നിലയുള്ളൂ. അല്ലാതെ വാങ്ങിങ്ങനെ പെരുപ്പിക്കുക. ചിലർ ചെറിയ തുകയെ വാങ്ങുള്ളൂ. ഒരു 50 പേരെ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും ഇറങ്ങിയിട്ട് ഒരു 500 രൂപ എൻ്റെ അടുത്തുനിന്ന്, അപ്പുറത്തുനിന്ന് ഒരു 500 രൂപ, ഒരു 1000 രൂപ ഇങ്ങനെ വാങ്ങുക.
വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ട്, കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, വണ്ടിക്ക് ചെറിയ കേട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അപ്പൊ ഇത് വാങ്ങിച്ച് ശീലിച്ചവന് പിന്നെ ഇതിങ്ങനെ പണി, ഇത് തന്നെ പരിപാടി. പിന്നെ അവനെങ്ങും പോകണ്ടല്ലോ, നല്ല സുഖമുണ്ട്, റൗണ്ട് ചെയ്താൽ മതി. അവസാനം ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അപ്പുറത്തോട്ട് കൊടുക്കും. ഇവിടുന്ന് 1000 വാങ്ങിച്ച് 750 കൊടുക്കാനുള്ള കൊടുത്ത് 250 ഉണ്ട്, അത് വാങ്ങിച്ചുകൊണ്ട് പോകും, ഒരു ക്വാർട്ടറും വാങ്ങും, വീട്ടിലോട്ട് വരും. ഇങ്ങനത്തെ പരിപാടി, തരികിട പരിപാടികൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ ഒരുപാട് ദീർഘിച്ച് പറയല്ല, നമ്മുടെ ജീവിതത്തിൽ സംശുദ്ധത കൈവരണം. ഇല്ലെങ്കിൽ ഈ അമലുകളൊന്നും സ്വീകരിക്കപ്പെടൂല. നല്ല ഹലാലായ സമ്പത്ത് നമ്മുടെ കൈമുതലാക്കണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാവണം. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുന്നതാണ് പള്ളികൾക്ക് കൊടുക്കുക. പള്ളിക്ക് കൊടുക്കുന്നത് പലിശയുടെ പൈസ എടുത്തിട്ട് പള്ളിക്ക് കൊടുക്കുക. മദ്രസയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് കുറച്ച് ബാങ്കിൽ 10 ലക്ഷം കടന്ന് അതിന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാ ബിസ്മീൻ ചൊല്ലി അങ്ങോട്ട് കൊടുക്കുക. അതൊന്നും സ്വീകാര്യമല്ല, മനസ്സിലാക്കണം. ചില ആളുകൾ അതുകൊണ്ട് രോഗിക്ക് കൊടുക്കും, അല്ലെങ്കിൽ രോഗചികിത്സ നടത്തും, എന്നിട്ട് ഭയങ്കര സംഭവമായിട്ട് പറയാണ് നീ ആ കൊടുത്തത് തന്നെ തെറ്റാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്താൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏത് പൈസ കൊണ്ട്, പലിശയുടെ പണം കൊണ്ട് ഇത്തരത്തിലുള്ള ഇടപാടുകൾ തീർക്കുന്ന ആളുകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. സംശുദ്ധമാകുന്ന ജീവിതം സാധ്യമാക്കണേ അല്ലാ. കടബാധ്യതകളും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒരു കയറമേൽ ജീവിതം ഒടുക്കാൻ നിൽക്കുന്ന മുസ്ലിമത്തെ പഠിച്ചു വെക്കുന്ന പാഠമാണ്. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഹദീസാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ മൻ തറദ്ദാ മിൻ ജബലിൻ, ഈ ദുനിയാവിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോ പരിശുദ്ധമായ നമസ്കാരങ്ങൾ നിലനിർത്തി അല്ലാഹുവിനോട് അപരാധികൾ പറയേണ്ടതിന് പകരം പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നിലകൊണ്ടതാകുന്ന മുസ്ലിമത്തായ സഹോദരി, അല്ലാഹുവിനെ വേണ്ട എന്ന് വെക്കുന്നതായ മനുഷ്യ, പള്ളികളെ നിരാകരിക്കുന്നതാകുന്ന മനുഷ്യ, ആ പള്ളിയുടെ അകത്തലങ്ങൾ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്തിക്കാഫിലെന്ന് പടച്ചറപ്പിനോട് വിഷമങ്ങളും ദുഃഖങ്ങളും പരാതികളും പരിഭവങ്ങളും പറയേണ്ടതാകുന്ന മാനവൻ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കള്ളിലും കഞ്ചാവിലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിൽ വലിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചാവുന്നതായ മനുഷ്യരില്ലയോ? പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് ഓതിക്കൊണ്ട് പറയുകയാണ്, റസൂൽ എന്ന് പറയുകയാണ്, മൻ തറദ്ദാ മിൻ ജബലിൻ, ആരെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ഫഖതല നഫ്സഹു, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിക്കൊണ്ട് അവന്റേതാകുന്ന ശരീരത്തെ ഇല്ലാതാക്കിയാൽ, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫഹുവ ഫീ നാരി ജഹന്നമ, അവന് കത്തിച്ചൊലിക്കുന്നതായ ജഹന്നം എന്ന് പറയുന്ന നരകത്തിന് അവകാശപ്പെട്ടവനാണ്. അവൻ ജഹന്നമിലാണ് അവന്റെ വാസസ്ഥലമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി യതറദ്ദാ ഫീ, ആ നരകത്തിലുള്ളതാകുന്ന വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അതിൽ നിന്ന് താഴേക്ക് അവനോട് ചാടാൻ പറയുകയാണ്. ചാടാതെ പേടിച്ചു നിൽക്കുന്ന മനുഷ്യൻ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിനുള്ളിൽ അള്ളാഹു പടച്ചിട്ടുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറ്റി താഴേക്ക് വലിച്ചിടുമ്പോഴാണ് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ താഴേക്ക് അവനെ ഉന്തിത്തള്ളിയിടുകയാണ്. താഴെ വീണ് തലപൊട്ടി തെറിക്കുകയാണ്, രക്തം വാർന്നൊഴിക്കുകയാണ്, മരണത്തിലേക്ക് മല്ലടിക്കുകയാണ്, മരണപ്പെട്ടു പോയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വീണ്ടും ആത്മാവിനെ അല്ലാഹു നൽകുകയാണ്, വീണ്ടും അവനെ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റുകയാണ്, കെട്ടിടത്തിന്റെ മുകളിൽ കയറ്റി താഴേക്ക് തള്ളിയിടുകയാണ്, വീണ്ടും താഴെ വീണുകൊണ്ട് തല പൊട്ടിത്തെറിച്ചുകൊണ്ട് രക്തം വാർന്നൊലിക്കുകയാണ്, വീണ്ടും റൂഹിട്ട് കൊടുക്കുകയാണ്, വീണ്ടും അവനെ പർവ്വതത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. ഈ നിലയിൽ അവനെ തുടർന്നു കൊണ്ടേയിരിക്കും അത്രേ. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ,
കാലാകാലം കാലാകാലം, ഒന്നല്ല 10 അല്ല 12 അല്ല 20 അല്ല 30 അല്ല 40 അല്ല 1000 കൊല്ലമല്ല 10000 കൊല്ലങ്ങളല്ല, കാലാകാലം നരകത്തിൽ ഇതേ ശിക്ഷയിൽ തന്നെ നിലകൊള്ളുമേ. അവന്റെ ശിക്ഷയാണ് നരകത്തിലുള്ള ശിക്ഷാമുറകളാണ്. ഈ ദുനിയാവിൽ ആത്മഹത്യ ചെയ്യുന്നവന് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് ഈ തലമുറയിൽ കാണുകയല്ലയോ, നേർക്കെ ആഴ്ചയായി കാണുകയല്ലയോ ഭർത്താവിന്റെ പീഡനമുറകൾ, കുടുംബത്തിൻ്റെതാകുന്ന ഭർത്ത വീട്ടിലെ പീഡനമുറകൾ കാരണം മരണപ്പെട്ടുപോയ കോഴിക്കോടുകാരി അതിന് ഉദാഹരണമല്ലയോ? തിരുവനന്തപുരം ജില്ലയിൽ ആത്മഹത്യയിലേക്ക് നയിച്ച MBBS ബിരുദധാരിയാകുന്ന പെണ്ണ് അനസ്തേഷ്യ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടിയ പെണ്ണെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. എത്ര വലിയ കുറ്റകൃത്യമാണ് ഇസ്ലാമിൽ നീ ചെയ്തത്. കാര്യം വലിയ പ്രശ്നമായിരിക്കാം. സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. വലിയ ദുരന്തമാണ്, വിപത്താണ്, പ്രതിസന്ധിയാണ്, പ്രയാസകരമാണ്. 50 പവനും 50 ലക്ഷം രൂപയും ഒരു വലിയ വാഹനം കൊടുക്കാമെന്ന് കൂടെയുള്ള കൂട്ടുകാരനോട് കുടുംബം പറഞ്ഞിട്ട് പോലും 50 പവൻ പറ്റില്ല, 150 പവൻ വേണം, 50 ലക്ഷം പോരാ, 15 ഏക്കർ വേണം, ഞങ്ങൾക്കൊരു BMW വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് പാവപ്പെട്ടതാകുന്ന പെണ്ണിന്റെ മനസ്സിന്റെ അകത്തളത്തിലേക്ക് പ്രയാസത്തിന്റെ നെരിപ്പോട് കൊടുത്തപ്പോ അനസ്തേഷ്യയുടെ മരുന്ന് വാങ്ങിയിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെച്ച് മരണത്തിലേക്ക് ഒരു പാവപ്പെട്ട പെണ്ണ് പോയെങ്കിൽ ഇതുപോലെ ലോകത്തിൻ്റെതാകുന്ന നാനാഭാഗങ്ങളിൽ അറിയപ്പെട്ടും അറിയപ്പെടാതെയും ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ, മുസ്ലിം സഹോദരങ്ങൾ ജീവൻ എടുക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ഇസ്ലാമിൽ പരിഹാരമല്ല. ഇസ്ലാമിൽ അത്തരത്തിലുള്ള വിപത്തുകളിലേക്ക് എടുത്തു ചാടരുതേ. സ്ത്രീധനം വിപത്താണെന്ന് പഠിപ്പിച്ച ഇസ്ലാം പ്രതിസന്ധികളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആഉൽ കർബ് ചൊല്ലി അല്ലാഹുവിലേക്ക് പരിപൂർണമായി തിരിയണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം തന്നെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമൻ തഹസ്സാസുമ്മാ, ഈ ദുനിയാവിൽ ആരെങ്കിലും സ്വന്തം ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ചിട്ടോ വിഷം കഴിച്ചിട്ടോ മരിച്ചു പോയാൽ ഫസുമ്മുഹു ബിയദിഹി, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് നിന്റെ കൈകളിലേക്ക് വിഷത്തിന്റെ കുപ്പി നൽകിയിട്ട് അല്ലാഹു പറയുകയാണ്, ഫതഹസാഹു ഫീ നാരി ജഹന്നമ, സ്വന്തം ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്, വായിലേക്ക് ഒഴിക്കുകയാണ്, വിഷമടിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അവൻ മരണത്തിലേക്ക് പോകുകയാണ്. മരണത്തിലേക്ക് പോയിക്കൊണ്ട് വേദനകൾ മുഴുവനും അറിഞ്ഞ് മരിച്ചതിന് ശേഷം വീണ്ടും ആത്മാവ് നൽകപ്പെടുകയാണ്. വീണ്ടും അവന്റെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെക്കുകയാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം കാലാകാലം നരകത്തിന് ഇതേ ശിക്ഷയാണ്, ശിക്ഷയാണ്, ഒരിക്കൽ പോലും ഇളവില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സാര വിഷയമല്ല. ഒരു കത്തി എടുത്തിട്ട് കൈമുറിക്കുന്നു, നരമ്പ് മുറിക്കുന്നു. സഹോദരിമാർ, +1 തോറ്റുപോയി, A+ കിട്ടിയില്ല. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, A+ കിട്ടുമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. B+ ആയിപ്പോയി, C ആയിപ്പോയി, D ആയിപ്പോയി. വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും നിലകൊള്ളുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരനോ സഹോദരിയോ കയ്യിലതാകുന്ന നരമ്പ് മുറിച്ചു കളഞ്ഞു. മറിച്ചു വെക്കണം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ വെച്ച് ഫഹദീദതുഹു ബിയദിഹി, കയ്യിൽ ഒരു ഇരുമ്പിൻ്റെതാകുന്ന കഷ്ണം നൽകും. മൂർച്ചയുള്ളതാകുന്ന ആ കഷ്ണം കൊണ്ട് കയ്യിലെ നരമ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കും. മരണത്തിലേക്ക് രക്തം വാർന്നൊഴുകിക്കൊണ്ട് നീ മരിക്കും. നിനക്ക് വീണ്ടും ആത്മാവ് നൽകപ്പെടും. വീണ്ടും നിന്റെ കയ്യിലേക്ക് ഇത്തരത്തിലുള്ളതാകുന്ന ആയുധം നൽകപ്പെടും. അത് വെച്ചുകൊണ്ട് നിന്റെ നരമ്പ് മുറിക്കും. വീണ്ടും നീ ആത്മാവ് നൽകപ്പെടും. ഇങ്ങനെ മുറിച്ചു മുറിച്ചു മാറ്റി 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 ആത്മാവ് ഊതുന്നു. വീണ്ടും മരണത്തിലേക്ക് പോകുന്നു. വീണ്ടും കയ്യിൽ കത്തി തരുന്നു. വീണ്ടും തന്നെ പരിപാടി, കറാത്ത് മറാത്ത്, വേറൊരു പരിപാടിയില്ല. ആത്മഹത്യ ചെയ്യുന്നവന് കാലാകാലം അതുകൊണ്ട് തന്നെ നരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദുനിയാവിൽ പല കാര്യങ്ങളും വകവെച്ചു കൊടുത്തിട്ടാണ്. സ്ത്രീധനം എന്ന മഹാവിപത്ത് ഈ സമൂഹത്തിൽ കൂടിയിട്ട് എത്ര കാലമായി? എത്രയോ പണമുള്ളതാകുന്ന പണക്കാരായ ആളുകൾ സ്വന്തം മക്കളുടെ വിവാഹം ജനങ്ങളുടെ മുന്നിൽ വലിയ പേക്കൂത്തുകൾ കാണിക്കാനുള്ളതാകുന്ന അവസരമായി എടുത്തില്ലേ? മഞ്ഞ കല്യാണവും പച്ച കല്യാണം, ഓറഞ്ച് കല്യാണം എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന വർണ്ണങ്ങളുടെ പേരുകൾ കല്യാണങ്ങൾ തലേ ദിവസങ്ങളിലും അനുബന്ധ ദിവസങ്ങളിലും കടന്നു വന്നില്ലേ? ആഭാസങ്ങളും ആർഭാടങ്ങളും അനാചാരങ്ങളും ഈ സമൂഹം ധൂർത്തും ദുർവ്യവും സമൂഹത്തിൽ നടമാടിയില്ലേ? ഈ സമൂഹത്തിലെ ആലിമീങ്ങളാണോ കാരണക്കാർ? ഉലമാക്കലാണോ? പണ്ഡിതന്മാരാണോ? സമസ്തയുടെ ഉലമാക്കലാണോ? ദക്ഷിണയുടെ ഉലമാക്കലാണോ? ആലിമീങ്ങൾ ഇവിടെ നേതൃത്വം വഹിക്കാത്തത് കൊണ്ടും അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടുമാണോ? പണമുള്ളവൻ പേക്കൂത്തുകൾക്ക് നടുമയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. 25 വർഷമായി എൻ്റെ ഉമ്മയുടെ ഉപ്പ തഴവ ഉസ്താദ് മരണപ്പെട്ടു പോയിട്ട് അല്ലാഹു അടുത്ത് നിറഞ്ഞു ഉയർത്തുമാറാവട്ടെ. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാകുന്ന വരികളാണ് നമ്മുടെ നാട്ടിലേക്ക് ഇന്നുള്ള ലോകത്തേക്ക് നോക്കി പാടിയതുപോലെ ഇരിക്കുന്നത്. ഇന്ന് പണമുള്ളവനാണ് ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നത്. എന്നാൽ അത് മാറി ഒരു വരി കൂടി ചേർക്കേണ്ടതുണ്ട്. ഇന്ന് ദാരിദ്ര്യമുള്ളവൻ കടം വാങ്ങിയിട്ട് ഈ പേക്കൂത്ത് കാണിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. മുമ്പ് അങ്ങനെയല്ല, പണക്കാർ കാണിക്കാൻ നോക്കിയിട്ട് മിണ്ടാതിരിക്കും. ഇന്ന് മഞ്ഞ കല്യാണം പച്ച കല്യാണം നടത്തുന്നതൊക്കെ പെണ്ണുങ്ങളാണ്. ആര്? പാവപ്പെട്ടതാകുന്ന ആളുകൾ. ഡ്രസ് കോഡാണ്. ലക്ഷക്കണക്കിന് രൂപയുടേതാകുന്ന ഡ്രസ്സുകൾ വാങ്ങിയിട്ട് വരനും വധുവും സ്വന്തം കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും ഒക്കെ സൽക്കാരം നടത്തിയിട്ട് വലിയ വലിയ ഡ്രസ്സുകൾ ഇട്ട് നടക്കാൻ. പക്ഷെ കല്യാണ പന്തലിലേക്ക് വരുന്ന പെണ്ണിന് ഡ്രസ്സില്ല. കൊതുക് വല ഇട്ടുകൊണ്ടാണ് പെണ്ണ് വരുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് കൊടുത്ത് മറന്ന് പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. പെണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടില്ലേ? കൊതുക് വല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീട്ടിൽ കൊതുകിന്റെ ശല്യം ഉള്ളതുകൊണ്ട് 5-6 വാങ്ങിച്ചിട്ടുണ്ടെന്ന്, അതായിരിക്കും അതിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ആണോ അല്ലയോ? ആണ്. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് വാങ്ങിച്ചു. എല്ലാവരും 2-3 ദിവസമായിട്ട് ഡ്രസ് കോഡിലാണ്. പച്ചയും മഞ്ഞയും നീലയും കറുപ്പും ഒക്കെ ഇട്ട് ബോഡി ഗാർഡും അല്ലാതെയൊക്കെ ആയിട്ടുള്ള ഗാർഡുകളൊക്കെ ആയിട്ട് നിലകൊണ്ട ആളുകൾ. അവസാനം പെണ്ണ് വന്നപ്പോൾ പെണ്ണിന് ഡ്രസ്സില്ല. അല്ലാ, നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് എടുത്ത ആളുകൾ പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. ആശില്ലായിരിക്കും ചിലപ്പോൾ. വേറെ കുറേ ഉമ്മാർ ഇവിടെ എല്ലാം ഇങ്ങനെ കീറി 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 പാൻറ്റും എല്ലാം ഇട്ടുകൊണ്ട് വന്നിരിക്കുക, അവറത്തെല്ലാം വെളിവാക്കിയിരിക്കുക. എന്നിട്ട് അവൻ പള്ളിയിൽ കയറി കാര്യമായിട്ട് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കാരം ശരിയാവും? തൊടയുടെ ഭാഗമൊക്കെ കീറിയിട്ടിരിക്കുക. ജീൻസ് എല്ലാം മൊത്തം മോഡേൺ ആണെന്നാണ് പറയുന്നത്. വെട്ടറാത്തീവ് കുത്തറാബി കഴിഞ്ഞ് വന്ന പോലെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെ ഈ ഭാഗത്ത് ശരിയാവും? നമ്മൾ നന്നാവണ്ടേ? നമ്മളൊരു പള്ളി എടുത്തിട്ട് ആ പള്ളിയുടേതാകുന്ന ഈ ഇബാദത്തിലേക്ക് വേണ്ടി ആർജവം വെക്കുമ്പോൾ മുസൽമാനാകുന്ന സത്യവിശ്വാസിയാകുന്ന സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ പരിശുദ്ധമായി ഇസ്ലാമികമാകുന്ന ദർശനത്തിൽ തന്നെ നിലകൊള്ളിക്കുന്നവരാണോ എന്ന് ചിന്തിക്കാൻ. നമ്മൾ ഇസ്ലാമികമാകുന്ന ആദർശങ്ങൾ, മൂല്യങ്ങൾ പരിപൂർണമായി മുറുകെ പിടിക്കുന്നവരാണോ? നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് തീർത്തും ഹലാലാണോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ കാണിക്കുന്ന ധൂർത്തും ദുർവ്യവും ഒക്കെ പരിശുദ്ധമായി ഇസ്ലാം അംഗീകരിച്ചതാണോ? ചിന്തിക്കണം നമ്മൾ. എന്തൊരു തെമ്മാടിത്തരങ്ങളാണ് നമ്മൾ ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയത്. വേറെ കുറെ പേര് ശരീരമാസകലം പച്ച കുത്തിക്കൊണ്ട് നടക്കാൻ. പുരുഷന്മാരും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. പച്ച കുത്തിക്കൊണ്ട് നടക്കാം. അവന്റെ നോക്കല് കയ്യിലൊക്കെ സിസ്പായ്ക്ക് നല്ല മസിലൊക്കെ ഉള്ളവനാണ്.
ജിംനേഷ്യത്തിലൊക്കെ പോയി നല്ല എന്നിട്ട് കയ്യിലും കാലയിലും എല്ലാം സാധനം വരച്ചു വെച്ചിരിക്കും. പെണ്ണുങ്ങളാണെങ്കിൽ നെഞ്ചത്ത് ഭർത്താവിന്റെ പേര് എഴുതി വെച്ചിരിക്കുക. നെഞ്ചിനുള്ളിൽ വേറെ ആൾക്കാരുടെ പേരാണ്, നെഞ്ചിന്റെ പുറത്ത് മാത്രം ഭർത്താവിന്റെ പേര് കാണിച്ചു കൊടുക്കാൻ. ആണോ അല്ലേ? എന്നിട്ട് കയ്യിലും കാലയിലും തൊടയിലും ഒക്കെ ചെയ്യുന്നത് നാട്ടുകാർ മുഴുവൻ കാണിക്കാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും കണ്ടോട്ടെ. ഇത് ചെയ്യുക മാത്രമല്ല, നാട്ടുകാരെല്ലാം കാണിച്ചും കൊടുക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തവശിമാത് വന്നാമിസാതി വൽ മുതനമ്മിസാത് വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി അൽ മുഗയ്യറാതി ഖൽഖല്ലാഹ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആധുനിക നവസമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് തീണ്ടാപ്പാറ അകലെയാണ്. ഇസ്ലാമിന്റെ ദർശനങ്ങളെ, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുകയല്ലേ. പിന്നെങ്ങനാണ് നിന്റെ ജീവിതത്തിൽ സംശുദ്ധത കൈവരുക? പിന്നെങ്ങനാണ് നിന്റെ ജീവിതത്തിൽ ആത്മീയത ഉണ്ടായി തീരുക? എന്റെ ജീവിതത്തിൽ പ്രയാസമാണെന്ന് പറയുന്ന പെങ്ങളെ, ഭർത്താവ് ഗൾഫിലേക്ക് പോയിട്ട് ഇന്ന് വരെ ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പെങ്ങളെ, എങ്ങനാണ് ജീവിതത്തിൽ ഖൈർ ബറകാത്തുകൾ ഉണ്ടാവുക? അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ശപിച്ചതായി അടയാളപ്പെടുത്തിയ വിഷയങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുകയല്ലേ. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തവശിമാത്. ശരീരമാസകലം പച്ചകുത്തുന്നവരെയും പച്ചകുത്താൻ ആവശ്യപ്പെടുന്നതായ ആളുകളെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന്, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു ശപിച്ച വിഭാഗമാണ് ഇബ്ലീസ്. അല്ലാഹു ശപിച്ച വിഭാഗമാണ് ഇബ്ലീസ്. ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും ശപിച്ചില്ലേ? ഔലിയാക്കൾ ശപിച്ചില്ലേ? മഹത്തുക്കൾ ശപിച്ചില്ലേ? ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും ശപിച്ചില്ലേ? അതേപോലെ തന്നെ അല്ലാഹു ശപിച്ച വിഭാഗമാ പച്ചകുത്തുന്നവരെയും പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെയും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. വന്നാമിസാതി വൽ മുതനമ്മിസാത്. അതേ പിരികം പ്ലക്ക് ചെയ്യാനും ത്രെഡ് ചെയ്യാനും സമയങ്ങളെ കൊല്ലുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിനുവേണ്ടി ആയിരക്കണക്കിന് രൂപ കൊണ്ടുവന്ന കടയിൽ സമ്മാനിച്ച് പിരികം ത്രെഡ് ചെയ്യാനും പ്ലക്ക് ചെയ്യാനും സ്വന്തം ശരീരത്തെ മാസകലം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആർഭാട തുന്തിരമാകുന്ന ജീവിതം നയിക്കുന്ന പെണ്ണെ, ഹറാമാണ്, ഹറാം. അല്ലാഹു ശപിച്ച വിഭാഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.